ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഏതാ? 5ാമത്തെ ലെസൺ അല്ലെ, പക്ഷികളിലെ ഭീമൻ. ഏകദേശം 2 പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞു അല്ലേ? നമുക്ക് ഒന്നുകൂടി അത് വായിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. രാവിലെയാണല്ലേ, നല്ല സുഖാണ് ക്ലാസ്സിന്. ഏറ്റവും നല്ല ക്ലാസ് 7:45 ക്ലാസ് ആയിരിക്കും അല്ലേ? എല്ലാവരും നല്ല ഉഷാറിലുണ്ടാവും. അപ്പോ ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കുമല്ലേ? മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിൽ പക്ഷിരാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അതൊരു സത്യമാണ്. ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്ന് മനുഷ്യനെ സഞ്ചരിക്കാൻ കഴിയും. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുള്ള ഒട്ടകപ്പക്ഷികൾക്ക് തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. വടക്കേ ആഫ്രിക്കയിലെ ആളുകൾ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. തന്റെ കൂറ്റൻ ശരീരം നിലത്തു നിന്ന് ഉയർത്തിപ്പറക്കാനുള്ള കരുത്ത് ഒട്ടകപ്പക്ഷിക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം കാലുകളാണ്. അതിവേഗത്തിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വേഗത, അതായത് നഗരവീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗത ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. പറക്കാൻ കഴിയാത്ത പോരായ്മ ഓട്ടം കൊണ്ട് അവ പരിഹരിക്കുന്നു. ഇത്രയും വേഗതയിൽ ഓടുന്ന ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുക വിഷമമാണ്. നല്ല വേഗതയിൽ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പക്ഷി പെട്ടെന്ന് ബ്രേക്കിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുതിച്ചു ചാടുന്നത്. പുറത്തിരിക്കുന്ന ആൾ നിലത്ത് വീണത് തന്നെ. ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാഹസികരായ മനുഷ്യർ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. നമ്മൾ അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. 8 അടിയോളം ഉയരമുണ്ട്, 140 കിലോഗ്രാമിലധികം തൂക്കവും ഉണ്ട് ഒട്ടകപ്പക്ഷികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ്. സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷി രാക്ഷസിനെ അല്ലെ, എവിടെയൊക്കെയാ കാണപ്പെടുന്നത്? ഒട്ടകപ്പക്ഷികളെ അണ്ടർലൈൻ ചെയ്തോ. സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷി രാക്ഷസിന് പല പ്രത്യേകതകളുമുണ്ട്. ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഒട്ടകപ്പക്ഷികൾ സസ്യബുക്കുകളാണ് അല്ലെ. സസ്യബുക്കുകളാണ് ആര്? ഒട്ടകപ്പക്ഷികൾ. അതായത് സസ്യബുക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാ? ആരാ സസ്യബുക്കുകള്? ചെടികൾ മാത്രം ഭക്ഷിക്കുന്നത്, സസ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്നത് അല്ലെ. മാംസങ്ങൾ ഭക്ഷിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ. ഒരു തരം പുൽച്ചെടികളാണ് ഇവയുടെ പ്രധാന ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം സുഗമമായി ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടകപ്പക്ഷികൾ എന്ത് ചെയ്യും? ചരൽക്കല്ലുകൾ കൊത്തി വിഴുങ്ങാറുണ്ട്. ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ കണ്ടുന്ന എന്തും, അതായത് ഏതൊക്കെ ഒട്ടകപ്പക്ഷി എന്തൊക്കെയാ കൊത്തി വിഴുങ്ങുക? ചെറിയ ടിന്നുകൾ, അടപ്പുകൾ, കമ്പിക്കഷ്ണങ്ങൾ എന്ന് വേണ്ട ടെന്നീസ് പന്തുകൾ വരെ അവൻ ഇങ്ങനെ വിഴുങ്ങുമത്രേ അല്ലെ. എന്ത്? ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ എന്ത് കണ്ണിൽ കണ്ടതൊക്കെ വെട്ടി വിഴുങ്ങും. എന്തിനാന്നറിയോ? ആഹാരം സുഗമമായ ആവാസത്തിലെത്താൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ അതിൽ പറയുന്നത് എന്താണ്? എവിടെയൊക്കെയാണ് ഒട്ടകപ്പക്ഷികളെ കാണപ്പെടുന്നത്? എവിടെയൊക്കെയാ? സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷി രാക്ഷസൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എവിടെയൊക്കെയാ കാണപ്പെടുന്നത്? സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്ത്, കിഴക്കൻ ആഫ്രിക്കയില്, പിന്നെ സാംബിയയിൽ. ഈ 3 സ്ഥലത്താണ് കാണപ്പെടുന്നത് അല്ലെ. ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഒട്ടകപ്പക്ഷികൾ സസ്യബുക്കുകളാണ്. ഒരുതരം പുൽച്ചെടികളാണ് ഇവയുടെ പ്രധാന ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം സുഗമമായ ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടകപ്പക്ഷികൾ ചരൽക്കല്ലുകൾ കൊത്തി വിഴുങ്ങാറുണ്ട്. ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ കണ്ടത് എന്തും ഒട്ടകപ്പക്ഷി കൊത്തി വിഴുങ്ങും.
ചെറിയ ടിന്നുകൾ, അടപ്പുകൾ, കമ്പിക്കഷ്ണങ്ങൾ എന്ന് വേണ്ട ടെന്നീസ് പന്തുകൾ വരെ ഇങ്ങനെ വിഴുങ്ങുമത്രേ എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെന്താ പറഞ്ഞ അടുത്ത് നോക്കാം നമുക്ക് അല്ലെ. വലിയ പക്ഷിയായതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടകപ്പക്ഷിക്കുള്ളത്. അപ്പൊ മുട്ടയുടെ പ്രത്യേകത, ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടക്ക് അല്ലെ. 20 കോഴിമുട്ടയുടെ വലിപ്പം ഉണ്ടാവും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക്. മുട്ടത്തോടിനും അത്ഭുതകരമായ ഫലമുണ്ട്. എങ്ങനെയാ മുട്ടത്തോട്? സാധാരണ കോഴിമുട്ടയുടെ തോട് എങ്ങനെയാ? വേഗം ഉടഞ്ഞു പോകും അല്ലെ. അത് വാങ്ങിക്കൊണ്ട് നേടിയെന്ന് വെച്ചാൽ തന്നെ ഒടിഞ്ഞു പോകും. പക്ഷെ ഇതങ്ങനെയല്ല. എന്താണ്? എങ്ങനെയാ പറഞ്ഞു നോക്കിയേ. 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. അത്രയും ബലമുണ്ട് ഒട്ടകപ്പക്ഷിയുടെ മുട്ടകളുടെ തോടിന് അല്ലെ. 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കുറെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്നുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, അതാണ് 8 അടിയോളം തൂക്കവും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരിക. ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? അതാ നമ്മൾ പറഞ്ഞ സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും സാംബിയയിലും കാണപ്പെടുന്ന പക്ഷിരാഷ്ട്രം എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഇവിടെ ഒന്നും കൂടെ പറഞ്ഞു, കിഴക്കൻ ആഫ്രിക്കയിൽ. 2 മനുഷ്യർ കയറിയിരുന്നാലും അത് തകരില്ല. ഏത്? ഒട്ടകപ്പക്ഷിയുടെ മുട്ട. നെക്സ്റ്റ് 4ാമത്തെ നമുക്ക് അതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ വലിയ പക്ഷിയായതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടകപ്പക്ഷിക്കുള്ളത്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക്. അത് മാത്രമല്ല, അതിന്റെ പ്രത്യേകത വേറെന്താ? 2 മനുഷ്യർ കയറി നിന്നാൽ പോലും ഒട്ടകപ്പക്ഷിയുടെ മുട്ടകൾ ഉടയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തതിൽ നോക്കാം നമുക്ക്. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലേ. രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുമെന്ന വിശ്വാസമാണ് ഈ ചൊല്ലിന് അടിസ്ഥാനം. പക്ഷേ ഇത് വെറും നുണയാണ്. തിന്നാനും കുടിക്കാനും മാത്രമേ ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുന്ന ഏതൊക്കെയാ? തിന്നാനും കുടിക്കാനും മാത്രമേ ഈ പക്ഷി തല താഴ്ത്താറുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. ലാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത മറ്റു ചില പക്ഷികളും ഒട്ടകപ്പക്ഷികൾക്ക് കൂട്ടുണ്ട്. ആസ്ട്രേലിയയിലെ യമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ തുടങ്ങിയ ഭീമന്മാരും ഇക്കാര്യത്തിൽ ഒട്ടകപ്പക്ഷിയുടെ കൂട്ടുകാരനാണ്. ആരൊക്കെയാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അത്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത മറ്റു പക്ഷികൾ ഏതെല്ലാം? ആസ്ട്രേലിയയിലെ യമു, അണ്ടർലൈൻ ചെയ്തോ. ആസ്ട്രേലിയയിലെ യമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ തുടങ്ങിയ ഭീമന്മാർ അല്ലെ. അങ്ങനെ എഴുതുന്നു. ഇങ്ങനെ എഴുതുന്നു. ആസ്ട്രേലിയയിലെ യമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ. ഇവരാണ് എന്ത്? ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത മറ്റു ചില പക്ഷികൾ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യന്റെ ആൻസർ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. അത് കുറച്ച് കുട്ടികൾ നല്ലപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട് അല്ലെ. മറ്റുള്ളവർ മാർക്ക് ചെയ്യുന്നില്ലേ, അതുകൊണ്ടാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ആ പാഠത്തിലുള്ളത്. അപ്പൊ ഒട്ടകപ്പക്ഷികളെ കുറിച്ച് കുറച്ച് കൂടുതൽ നാം പഠിച്ചിട്ടുണ്ട് ഇപ്പോ അല്ലെ. എന്തൊക്കെ? ഒട്ടകപ്പക്ഷിയുടെ തൂക്കം പറഞ്ഞു അല്ലെ. ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ പറഞ്ഞു. ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത് എന്ന് പറഞ്ഞു. 2 മനുഷ്യർ കയറിനാലും മുട്ട എങ്ങനെയാ? അതിന്റെ മുട്ട 2 മനുഷ്യർ കയറി നിന്നാൽ പോലും ഉടയുകയില്ല എന്ന് പറഞ്ഞു. പിന്നെയോ, ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത പക്ഷികളിൽ പെടുന്നതാണ് ആര്? ഒട്ടകപ്പക്ഷി അല്ലെ. ഒട്ടകപ്പക്ഷി. അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് മനുഷ്യര് സവാരി ചെയ്യാറുണ്ട് എന്നും പഠിച്ചു അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യം ഒട്ടകപ്പക്ഷിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ? ഓക്കെ, അതിൽ ആധുനികം, പുതിയത്, അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സവാരി ചെയ്യുക, സഞ്ചരിക്കുക, വീഥി, വഴി, നെക്സ്റ്റ് വിചിത്രം, അത്ഭുതകരം. ഇത്രയാണ് അതിൽ പുതിയ വേർഡിന്റെ മീനിങ് പറയുന്നത് അല്ലെ. മനസ്സിലായോ മക്കളെ പാഠം? അപ്പൊ ഇന്നടുത്ത ഭാഗം ഞാൻ ഒന്നുകൂടി വായിക്കാം. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും? വീട്ടിൽ നിന്ന് വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? എന്ത് പറ്റി? യെസ് മിസ്. യെസ്, ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ ഇന്ന് എടുത്ത ഭാഗങ്ങൾ ഒന്നുകൂടി വായിക്കാം. സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷി രാക്ഷസന് പല പ്രത്യേകതകളുണ്ട്. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഒട്ടകപ്പക്ഷികളെ കാണപ്പെടുന്നത് എവിടെയൊക്കെ എന്നുള്ള ചോദ്യമുണ്ട്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തു വെക്കണം. എത്രാമത്തെ? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ? ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? എവിടെ? സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലുമാണ് ഒട്ടകപ്പക്ഷികളെ ഉള്ളത്. ഒട്ടകപ്പക്ഷികൾ ഈ രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്. ഓക്കെ, ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഒട്ടകപ്പക്ഷികൾ സസ്യഭുക്കുകളാണ്. ഒരുതരം പുൽച്ചെടികളാണ് ഇവയുടെ പ്രധാന ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം സുഗമമായി ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടകപ്പക്ഷികൾ ചരൽക്കല്ലുകൾ കൊത്തി വിഴുങ്ങാറുണ്ട്. ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ കണ്ടത് എന്തും ഒട്ടകപ്പക്ഷി കൊത്തി വിഴുങ്ങും. ചെറിയ ടിന്നുകൾ, അടപ്പുകൾ, കമ്പിക്കഷ്ണങ്ങൾ എന്നുവേണ്ട ടെന്നീസ് പന്തുകൾ വരെ അവനിങ്ങനെ വിഴുങ്ങുമത്രേ. വലിയ പക്ഷി ആയതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടകപ്പക്ഷിക്കുള്ളത്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക്. മുട്ടത്തോടിനും അത്ഭുതകരമായ ഫലമുണ്ട്. 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. ഏത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ മുട്ട, അത്രേ അതിന് എഴുതുന്നു. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുന്നു എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തിവെക്കുമെന്ന വിശ്വാസമാണ് ഈ ചൊല്ലിന് അടിസ്ഥാനം. പക്ഷേ ഇത് വെറും നുണയാണ്. തിന്നാനും കുടിക്കാനും മാത്രമേ ഈ പക്ഷി തല താഴ്ത്താറുള്ളൂ. ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത മറ്റു ചില പക്ഷികളും ഒട്ടകപ്പക്ഷിക്ക് കൂട്ടുണ്ട്. ആസ്ട്രേലിയയിലെ യമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗ്വിൻ തുടങ്ങിയ ഭീമന്മാരും ഇക്കാര്യത്തിൽ ഒട്ടകപ്പക്ഷിയുടെ കൂട്ടുകാരാണ്. നെക്സ്റ്റ്, അതിന് താഴെ കണ്ടോ മക്കളെ? ഓർമ്മിക്കാൻ കണ്ടോ? ഓക്കെ, എന്തൊക്കെയാണ് നോക്കാൻ നമുക്കത്? കൊക്കിൽ സഞ്ചിയുള്ള പക്ഷി ആരാണ്? അവിടെ തന്നിട്ടുണ്ട്. പെലിക്കൻ. പ്രതിവർഷം ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷി. ഒരു വർഷം ഒരു മുട്ട ഇടുക, എല്ലാ വർഷവും ഓരോ മുട്ട. ഏറ്റവും നീണ്ട ചിറകുള്ള പക്ഷി ആൽബട്രോസ്. നെക്സ്റ്റ്, വേഗതയേറിയ പക്ഷി സ്വിഫ്റ്റ് കാർ അറിയില്ലേ? സ്വിഫ്റ്റ്. വേഗതയുണ്ട് എന്നർത്ഥം സ്വിഫ്റ്റിന് അല്ലേ? വേഗതയേറിയ പക്ഷി. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി പിന്നോക്കം പറക്കുന്ന പക്ഷി. നിങ്ങൾ കേട്ടിട്ടില്ലേ പിന്നോക്കം? ഏതാണ്? പിന്നോക്കം പറക്കുന്ന പക്ഷിയാണ് കേട്ടോ ഹമ്മിങ് ബേർഡ്. ബാക്കിലോട്ടാണ് പറക്കുക കേട്ടോ ഹമ്മിങ് ബേർഡ്. ഭാരതത്തിന്റെ ദേശീയ പക്ഷി മയിൽ. ഒരിക്കലും കൂടുണ്ടാക്കാത്ത പക്ഷി ഏതാ? കുയിൽ. അപ്പൊ അത്രയാണേ, ഓർമ്മിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ആരാ ഒന്നിത് വായിക്കും? ഞാൻ പറയുന്നവര് വായിച്ചാൽ മതി. സേറ ഒന്ന് വായിച്ചേ. സേറ വായിച്ചില്ലേ നോക്കട്ടെ. ആദ്യം മുതല് വായിച്ചിട്ടുണ്ടോ നോക്കട്ടെ. തപ്പി തടയുന്നുണ്ടോ നോക്കട്ടെ. ഇനി തപ്പി തടഞ്ഞ് വായിക്കുന്നവർക്ക് അടിയാണേ, നല്ലതുപോലെ വീട്ടിൽ നിന്ന് വായിച്ചിട്ടില്ലെങ്കിൽ. മനുഷ്യൻ ഒരു ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് നമുക്ക് ഒരു വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കും അല്ലേ? വിചിത്രമായ കാഴ്ചയായിരിക്കും അല്ലേ? മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധ്യമല്ല. കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണത്തിൽ പക്ഷി രാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിടെ വാഹനമാണ്.
പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആധുനിക കാലത്ത് പക്ഷികളുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതൊരു സത്യമാണ്. ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്ന് മനുഷ്യൻ സവാരി ചെയ്യുന്ന മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയും. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ആഗ്നസ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുള്ള ഒട്ടക പക്ഷികൾക്ക് തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത മനുഷ്യനെ വഹിച്ചുകൊണ്ട് പോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. വടക്കേ ആഫ്രിക്കയിലെ ആളുകൾ ഒട്ടക പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. തന്റെ കൂറ്റൻ ശരീരം നിലത്ത് പിന്നുയർത്തി പറക്കാനുള്ള കരുത്ത് ഒട്ടക പക്ഷിക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം കാലുകളാണ്. അതിവേഗത്തിൽ ഒട്ടക പക്ഷികൾക്ക് കഴിയും മണിക്കൂറിൽ 65 കിലോമീറ്റർ ഓളം വേഗത്തിൽ, അതായത് നഗര വീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗത്തിൽ ഓടാൻ ഒട്ടക പക്ഷികൾക്കും കഴിയും. പറക്കാൻ കഴിയാത്ത പരിഹരിക്കുന്നു. ഇത്രയും വേഗത്തിൽ ഓടുന്ന ഒട്ടക പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുക വിഷമമാണ്. നല്ല വേഗത്തിൽ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പക്ഷി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത്, അല്ലേ? എങ്കിൽ കുതിച്ചു ചാടുന്നത്, പുറത്തിരിക്കുന്ന ആള് നിലത്ത് വീഴുന്നത് തന്നെ. ഇത്തരം അപകടമെല്ലാം ഉണ്ടെങ്കിലും സാഹസികരമായ മനുഷ്യൻ ഒട്ടക പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. ഓക്കെ മോളെ, നെക്സ്റ്റ് മുഹമ്മദ് സിനാൻ. സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും ആഫ്രിക്കയിലെ കാണപ്പെടുന്ന പക്ഷിരാക്ഷസന് പല പ്രത്യേകതകളുമുണ്ട്. ഇത്രയും വലുപ്പത്തിലും ഒട്ടക പക്ഷികൾ സസ്യഭുക്കുകളാണ്. ഒരു തരം പ്രധാന ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം ശേഖരണത്തിനായി ആമാശയത്തിൽ എത്തിച്ചേരുന്ന പക്ഷികൾ ചരൽക്കല്ലുകൾ കൊത്തിയാറുണ്ട്. ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ
കണ്ടതെന്തും കണ്ടതെന്തും ഒട്ടകപ്പക്ഷി കൊത്തി വീഴും. ചെറിയ തെങ്ങുകൾ, അടപ്പുകൾ, കഷ്ണങ്ങൾ എന്നു വേണ്ട അവർ ഇങ്ങനെ. അവർ ഓക്കെ, നെക്സ്റ്റ് നിഹാൽ. വലിയ പക്ഷിയായതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടക പക്ഷികൾക്കുള്ളത്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക്. മുട്ടത്തോടിനും അത്ഭുതകരമായ ബലമുണ്ട്. 2 മനുഷ്യൻ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാത്ത വരുമ്പോൾ ചിലർ ഒട്ടകപ്പക്ഷിനയം സ്വീകരിക്കുന്നു എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുമെന്ന വിശ്വാസമാണ് ഈ ചൊല്ലിനടിസ്ഥാനം. പക്ഷേ ഇത് വെറും നുണയാണ്. തിന്നാനും കുടിക്കാനും മാത്രമേ ഈ പക്ഷി തല താഴ്ത്താറുള്ളൂ. ഓക്കെ മോനെ, നെക്സ്റ്റ് അബ്ദുൽ ബാസിത്ത്. ശരീരഭാരം കൊണ്ട് പറക്കാത്ത മറ്റു ചില പക്ഷികളും ഒട്ടകപ്പക്ഷികൾക്ക് കൂട്ടുണ്ട്. ആസ്ട്രേലിയയിലെ എമു, സൗത്ത് അമേരിക്കനായ റിയ, പെൻഗ്വിൻ തുടങ്ങിയ ഭീമന്മാരും ഇക്കാര്യത്തിൽ ഒട്ടകപ്പക്ഷികളുടെ കൂട്ടുകാരാണ്. നെക്സ്റ്റ് ക്രിസ്റ്റീസിൻഡോ, ആ ലാസ്റ്റ് ഓർമ്മിക്കാനുള്ളത് വായിച്ചേ. എല്ലാരും വായിക്കാനുണ്ട് അല്ലേ? കുറെ പേർക്ക് വായിക്കാൻ അറിയാനുള്ള പോലെ. ക്രിസ്റ്റി. കൊക്കിൽ സഞ്ചുള്ള പക്ഷി. പെലിക്കൻ. അടുത്തത്. പ്രതിവർഷം ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷി. കിവി. ഏറ്റവും നീണ്ട ചിറകുള്ള പക്ഷി. ആൽബട്രോസ്. വേഗതയേറിയ പക്ഷി. സ്വിഫ്റ്റ്. ഏറ്റവും വേഗതയിൽ നീന്തുന്ന പക്ഷി. പെൻഗ്വിൻ. പിന്നോക്കം പറക്കുന്ന പക്ഷി. ഹംബേർഡ്. ഭാരതത്തിന്റെ ദേശീയ പക്ഷി. ഒരിക്കലും കൂട്ടാത്ത പക്ഷി. കുയിൽ. ഓക്കെ, അലൻ എന്തായി? അലൻ വായിക്കാൻ പഠിച്ചു? അലൻ സാജ് പഠിച്ചു? അലൻ സാജ് ഇല്ല അല്ലേ? കുറച്ചുകൂടി ഒന്ന് നോക്കണം കേട്ടോ, നമുക്ക് വായിക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ നിങ്ങൾക്ക് വായിക്കാൻ അറിയാ എല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് വായിച്ചവരും വായിപ്പിക്കാത്തവരും ഒക്കെ എന്ത് ചെയ്യണം? വായിച്ചിട്ട് ഒരു ഓഡിയോ മിസ്സിന് സെൻഡ് ചെയ്യണം കേട്ടോ. എല്ലാവരും, വെറുതെ അല്ല, കുറച്ചു പേര് മാത്രം ഒന്നും സെൻഡ് ചെയ്യാൻ പറ്റപ്പോ എല്ലാവരും ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത അഭ്യാസം എന്നുള്ളത് കണ്ടോ നിങ്ങള്? അതില് ആധുനികം നമ്മൾ പറഞ്ഞു അല്ലെ? അർത്ഥം പറഞ്ഞില്ലേ? ആധുനികം
പുതിയത്, സവാരി ചെയ്യുക, സഞ്ചരിക്കുക, വീഥി, വഴി, വിചിത്രം, അത്ഭുതകരം. അപ്പൊ മിസ് മറ്റേതിന്റെ ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾ നോട്ടിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ. ഇതിന്റെ അർത്ഥം പിന്നെ ശരിയായ അക്ഷരം ചേർത്ത് പൂരിപ്പിക്കാം എന്നുള്ളതിൽ ഒന്നാമത്തത് ഏതാ വരുക? ഒട്ടക പക്ഷി അല്ലെ? ഒട്ടക പക്ഷി കൂടി വരുമ്പോ ഉപ്പായാവും. നെക്സ്റ്റ് രണ്ടാമത്തത് ആധുനികം. ഏതാ വരുക? ആധുനിക കാലത്ത് നീല എഴുതിയത് നോക്ക്. ആധുനികം ഉണ്ടോ നോക്കിയേ. സെക്കൻഡ് അല്ലേ ഉള്ളത്? ആധുനിക കാലത്ത് അല്ലെ? ഇതാ ആധുനികം കണ്ടോ? ചുരുക്കുവള്ളി ഇല്ല കേട്ടോ. ആധുനിക കാലത്ത് എന്ന് പറയുമ്പോ രണ്ടാമത്തത്. ടിക്കറ്റ് വെച്ചോ. പിന്നീട് എടുത്ത് എഴുതണം നിങ്ങള് അതിലേക്ക്. ഒട്ടക പക്ഷി, ആധുനികം, ഒരു ചുരുക്കുവള്ളി വേണ്ട, രണ്ടാമത്തത്. നെക്സ്റ്റ് 3 ആയുധം. ഏത് ധായാണ് വരുക? ആയുധം ഫസ്റ്റ് കേട്ടോ. ആദ്യത്തെ ധായാണ്. ടിക്കറ്റ് വെക്കണം, പിന്നീട് എടുത്ത് നിങ്ങൾ എഴുതണം. അല്ല ഇപ്പൊ തന്നെ എഴുതും കഴിക്കും. ആയുധം ആദ്യത്തേതാണ് വേണ്ടത്. നെക്സ്റ്റ് നാലാമത്തത് അല്ലെങ്കിൽ. ഏതാ വരുക? സെക്കൻഡ് വൺ ആണ് വേണ്ടത്. അല്ലെങ്കിൽ അല്ല, അല്ലെങ്കിൽ. നെക്സ്റ്റ് 5th വൺ ഗരുഡൻ. ഏതാ? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് വൺ ആണ് കേട്ടോ. ഗരുഡൻ എഴുതി നിങ്ങൾ നോക്കിയേ. എവിടെയോ ഉണ്ട്. ഇതാ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. ഉള്ളിൽ കൂട്ടാത്ത ഡായാണ് വേണ്ടത് കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് വേണ്ടത്. നെക്സ്റ്റ് അർത്ഥ വ്യത്യാസം മനസ്സിലാക്കാം. എന്താണ് നോക്കിയേ? പ്രധാനും പ്രധാനും. ആ ഒരു ധാ മാറി അക്ഷരങ്ങൾ മാറിയ ഇത്രയും ഡിഫറെന്റ് വരും എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. എന്ത്? പ്രധാനം, പ്രധാനം. പ്രധാനം എന്ന് പറഞ്ഞാൽ മുഖ്യമായത് എന്നാണ് അർത്ഥം. പ്രധാനപ്പെട്ടത് നമ്മൾ പറയാറില്ലേ? പ്രധാനപ്പെട്ട കാര്യം പഠിക്കലാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ മുഖ്യമായത്. നെക്സ്റ്റ് പ്രധാനം എങ്ങനെയെന്നാ? കൊടുക്കലാണ് പ്രധാനം. ഡാ മാറിയതേ ഉള്ളൂ. ഒന്ന് ദീപയുടേതായും മറ്റേ ധനം എഴുതുന്നതായും. ഓക്കെ. നെക്സ്റ്റ് നഗരം, പട്ടണം. നരകോ? യാത്രകൾ നിറഞ്ഞ സ്ഥലം. സ്വർഗവും നരകവും അല്ലെ? എന്താണ്? യാത്രകൾ നിറഞ്ഞ സ്ഥലമാണ്. സ്വർഗത്തിൽ പോയാൽ നല്ലതാണെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞതാവോ ഏതൊരു പാടെടുക്കുമ്പോ? സ്വർഗവും നരകവും ഉണ്ടല്ലേ? നരകം യാതനകൾ നിറഞ്ഞ സ്ഥലം. അപ്പൊ അതാണ് അർത്ഥ വ്യത്യാസം. അതായത് ഒരു പറയുന്ന കേൾക്കുമ്പോ ഒരേ വേർഡ് തോന്നും, പക്ഷെ അർത്ഥത്തിന് വ്യത്യാസം ഉണ്ടാവും. നെക്സ്റ്റ് വിപരീത പദാണ്. സുഗമം, ദുർഗമം, സത്യം, അസത്യം, ശത്രു, മിത്രം. ഓക്കെ. മിസ് ക്വസ്റ്റ്യൻസ് തന്നെ എഴുതിയതിന് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ എഴുതണം. അതായത് പക്ഷികളിലെ ഭീമന്റെ ഹെഡിങ് എഴുതിയിട്ട് എഴുതണം. ഇനി ചേർത്ത് എഴുതുക. ചേർത്ത് എഴുതുകയിൽ നോക്കിയേ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? വിചിത്രം പ്ലസ്. അവിടെ പ്ലസ് ഇടണം കേട്ടോ. അധികം എന്നുള്ള ചിഹ്നം ഇടണം, കൂട്ടണം. ആയ. എന്താണ്? വിചിത്രമായ. അതുപോലെ പറക്കാൻ ആകാത്ത. എന്താ വരുക? എഴുതാനറിയോ എല്ലാവർക്കും? അറിയാത്തവരുണ്ടോ? എഴുതണോ? ആരോ നോ പറഞ്ഞല്ലോ മിസ്സിനോട്. അപ്പൊ പറക്കാനാകാത്ത എങ്ങനെ എഴുതുക നമുക്ക് നോക്കാം. മിസ് എഴുതി കഴിഞ്ഞു. എഴുതിനോ എല്ലാവരും? എഴുതി കഴിഞ്ഞു മിസ്. എല്ലാവരുണ്ടാവോ തെറ്റിച്ചിട്ട്? വെരി ഗുഡ്. അപ്പൊ പറക്കാനാകാത്ത എഴുതാൻ അറിയാത്ത കുട്ടികളുണ്ടാവും. ഓക്കെ. ഇത്താ ശരിക്കും എഴുതണേ. പറക്കാനാകാത്ത. നെക്സ്റ്റ് തൂക്കം പ്ലസ് ഇല്ലാത്ത, തൂക്കമില്ലാത്ത.
ഓക്കെ, നെക്സ്റ്റ് തൂക്കമില്ലാത്ത. അടുത്തത് 8 അടി പ്ലസ് ഓളം. 8 അടിയോളം. എട്ടടിയോളം. Miss finish. യെസ്. ഓക്കെ, നെക്സ്റ്റ് പര്യായം അല്ലെ. അടുത്തത് എന്താ? പര്യായ പദം. പര്യായ പദത്തില് പക്ഷി. ഇതെല്ലാം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഇപ്പം ചോദിക്കുമ്പോ ഓരോന്നൊന്നും ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലേ. മലര്, ഇതിനടക്കമ്മ ചോദിച്ചാൽ മലർ, പൂവ്. നമ്മൾ പൂവിന്റെ കുറെ പഠിച്ചിട്ടുണ്ടായി പര്യായ പദം. അതുപോലെ പക്ഷി എന്തൊക്കെയാ? ഖഗം, വിഹഗം, പതംഗം. അടുത്തത് ശരീരം, മേനി, തനു, ഗാത്രം. പഠിച്ചു വെക്കണം കേട്ടോ ഇതൊക്കെ. മേനി, തനു, ഗാത്രം. ഓക്കെ. പിന്നെ വാക്യത്ത് പ്രയോഗിക്കുക. സവാരി ചെയ്യുക. എന്താണ് നിങ്ങൾ വാക്യത്ത് പ്രയോഗിക്കുക? ഇപ്പം സവാരി ചെയ്യുക എന്ന് പറഞ്ഞ യാത്ര ചെയ്യുക. അതർത്ഥമല്ലോ യാത്ര ചെയ്യുക. ഇതിങ്ങനെ വാക്യത്ത് പ്രയോഗിക്കണം. ഒരു വാക്യം ഉണ്ടാക്കണം. എങ്ങനെയാ? മനസ്സിലായിട്ടില്ല? എന്തെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് വാക്യത്ത് പ്രയോഗിക്കാൻ പറ്റില്ല? കുതിര പുറത്ത് സവാരി ചെയ്തു. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയാണ്. അല്ലേ? കേൾക്കുന്നില്ലേ ഇപ്പൊ? അപ്പൊ സവാരി ചെയ്യുക എന്നുള്ളത് എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കണ്ടേ? ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയാണ്. ഓക്കെ, ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയാണ്. നെക്സ്റ്റ് എന്താണ്? അടുത്തത് പരിഹരിക്കുക. എന്താ പരിഹരിക്കുക? പരിഹരിക്കുക അതിനെ വെച്ചിട്ട് ഒരു വാക്യം പറയണം. എന്താണ് അമ്മയ? ഇന്ന് ആർക്കും ഇല്ലേ പറയാൻ? പരിഹരിക്കുക എന്താണ്? നമ്മൾ ഈ പഠിച്ച പാഠത്തിൽ തന്നെ ഉണ്ട്. എന്ത്? പറക്കാൻ കഴിയാത്ത പോരായ്മ ഒട്ടകപ്പക്ഷി ഓട്ടം കൊണ്ട് പരിഹരിക്കുന്നു. ഇല്ലേ? പറക്കാൻ കഴിയാത്ത പോരായ്മ ഒട്ടകപ്പക്ഷി ഓട്ടം കൊണ്ട് പരിഹരിക്കുന്നു. നെക്സ്റ്റ് സാഹസികം. സാഹസികം എന്താ? സാഹസികരായ മനുഷ്യർ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. സാഹസികരായ മനുഷ്യർ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. കിട്ടിയോ? കേൾക്കുന്നുണ്ടോ? യെസ്. ആർക്കുമില്ല. കഴിഞ്ഞ നമ്മുടെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ എന്താ എല്ലാവർക്കും പറ്റിയേ? ആൻസർ ഇങ്ങനെ പറ വരുന്നവരായിരുന്നു എല്ലാരും. കുറേ കുട്ടികൾ ഇതില് അല്ലേ? അപ്പൊ നമ്മള് 3 എണ്ണാണ് ഇപ്പൊ ഇന്ന് വാക്യത്ത് പ്രയോഗിക്കാൻ പഠിച്ചത് അല്ലേ? ഏതൊക്കെ? സവാരി. അപ്പൊ വാക്യത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? അർത്ഥം പറയലല്ല കേട്ടോ. നമ്മൾ ആ ഒരു പദം വെച്ച് വാക്യം ഉണ്ടാക്കണം. അതാണ് വാക്യത്തിൽ പ്രയോഗിക്കുക. ഓക്കെ. അപ്പൊ സവാരി ചെയ്യുക. ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയാണ്. നെക്സ്റ്റ് പരിഹരിക്കുക. പറക്കാൻ കഴിയാത്ത പോരായ്മ ഒട്ടകപ്പക്ഷി ഓട്ടം കൊണ്ട് പരിഹരിക്കുന്നു. സാഹസികം. സാഹസികരായ മനുഷ്യർ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യും. ഒന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇനി 1 മിനിറ്റേ ഉള്ളൂ. അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ മാർക്ക് ചെയ്ത് തരും കേട്ടോ. ഇപ്പൊ അതിന്റെ മുന്നത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് സെൻഡ് ചെയ്ത് തരും. എല്ലാ മക്കളും എഴുതണം. എന്നിട്ട് ഇതിന്റെ അർത്ഥവും ഒക്കെ എഴുതണം. ഓക്കെ, ബൈ.